2025 ഫെബ്രുവരി 2 ഞായറാഴ്ച രാവിലെ 10 മണിക്ക് ഹിദായത്തുൽ ഇസ്ലാം സ്കൂൾ അലുമിനിയം അസോസിയേഷൻ ഹിസയ്ക്ക് ഒരു ആസ്ഥാന ഓഫീസ് ഉദ്ഘാടനം പഴങ്ങാട് മുഹിയുദ്ദീൻ ജുമാ മസ്ജിദ് ബിൽഡിംഗിൽ ഇർഷാദുൽ മുസ്ലിമീൻ മാനേജർ തൗഫീഖ് റഹ്മാൻ നിർവഹിച്ചുകൊണ്ട് സംസാരിച്ചു. ചടങ്ങിൽ ഹിസ പ്രസിഡന്റ് ഡോക്ടർ ഗഫൂർ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ സംസ്ഥാന യുവജനോത്സവത്തിലെ സ്പോർട്സ് വിഭാഗത്തിലെ മത്സര വിജയികൾക്ക് മൊമെന്റോ നൽകി ആദരിച്ചു. യോഗത്തിൽ പ്രിൻസിപ്പൽ നജിയ ടീച്ചർ, ഹെഡ് മിസ്ട്രസ് നോബി മുഹമ്മദ്, സെക്രട്ടറിമാരായ നാസർ, റഷീദ്, വൈസ് പ്രസിഡന്റ് സുരേഷ് കാവുങ്കൽ എന്നിവർ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിച്ചു. ഹിസ ട്രഷററുടെ നന്ദി പ്രകാശനത്തോടെ യോഗം സമാപിച്ചു. സെക്രട്ടറി പോൾ വർഗീസ് അദ്ദേഹത്തിന് പെട്ടെന്ന് കുടുംബപരമായ വിഷയം വന്നതുകൊണ്ട് സെക്രട്ടറി സ്ഥാനം ഏറ്റെടുത്തിരിക്കുന്നത് ഇപ്പോൾ നാസറാണ്. അദ്ദേഹം ഇല്ലാത്തതുകൊണ്ട് തന്നെ അതിൻ്റേതായ ഒരു ബാലാരിഷ്ടത നമ്മുടെ ഈ മീറ്റിങ്ങിന് വന്നു പെട്ടിട്ടുണ്ട്. ക്ഷമിക്കുക. ഞാൻ നാസറിനെ, സെക്രട്ടറി നാസറിനെ സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. നമ്മുടെ ഇസയുടെ ഇർഷാദുൽ മുസ്ലിമീൻ്റെ സഭാ പ്രസിഡന്റ് ശ്രീ തൗഫീഖ് അവർ ചെറുപ്പത്തിൻ്റെ ചുറുചുറുക്കും കാര്യപ്രാപ്തിയുമുള്ള നമുക്കെല്ലാവർക്കും വളരെ പ്രിയങ്കരനായ തൗഫീഖ് റഹ്മാനെ ഞാൻ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ കൂടെ നിന്ന് അതിന് നേതൃത്വം വഹിച്ച ആദ്യം പോലെ അവസാനം വരെ ഓഫീസ് കാര്യങ്ങളിൽ അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും അതിനുവേണ്ട ഒരുക്കങ്ങളൊക്കെ നടത്തി നമ്മുടെ കൂടെ കട്ടക്ക് നിന്ന നമ്മുടെ ഹിസ പ്രസിഡന്റ് ശ്രീ ഡോക്ടർ അബ്ദുൽ ഗഫൂർ സാഹിബിനെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ നിറ്റ്ജിയ ടീച്ചറാണ്, നമ്മുടെ സ്കൂളിലെ പ്രിൻസിപ്പളാണ്. ഹിസയ്ക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങളൊക്കെ നൽകി നമ്മുടെ ഏത് പ്രവർത്തനങ്ങളിലും നമ്മൾക്ക് പ്രചോദനമായി മുന്നിൽ നിന്നുകൊണ്ട് നമുക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുന്ന നിത്യ ടീച്ചറെയും ഞാൻ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. പിന്നെ വേദിയിലും സാഹചര്യമുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, വളരെ ദീർഘനാളത്തെ ആഗ്രഹമാണ് നമുക്കൊരു ഓഫീസ് ഉണ്ടാവുക എന്നുള്ളത്. അതിനുവേണ്ടി പ്രവർത്തകർ അശ്രാന്ത പരിശ്രമത്തിലായിരുന്നു കഴിഞ്ഞ 2 മാസങ്ങൾ. ഓഫീസ് നേരത്തെ എടുത്തെങ്കിലും അതിൻ്റെ ഒരു ജനാധിപത്യ രീതിയിലുള്ള അംഗങ്ങളുടെ അഭിപ്രായങ്ങളിലൊക്കെ സ്വരൂപിച്ചുകൊണ്ട് ആർക്കും പ്രത്യേക ഭാരമാവാതെ ഓരോ സ്പോൺസർഷിപ്പ് വഹിച്ചുകൊണ്ട് ഈ ഉദ്യമത്തിന് വളരെയധികം സഹായിച്ചു കൂടുന്ന നമ്മുടെ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, ഗവേണിംഗ് ബോഡി അംഗങ്ങൾ എല്ലാവരെയും ഞാൻ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇസ്ക സെക്രട്ടറിമാരായ നേരത്തെ പറഞ്ഞ നാസർ, റഷീദ്, പിന്നെ ഇവിടെ കമ്മിറ്റി അംഗങ്ങൾ ഇവിടെ കൂടിയിരിക്കുന്നുണ്ട്. അതുകൂടാതെ നമ്മുടെ ഹിസ അംഗങ്ങൾ, നമുക്ക് അനുമോദനം അർപ്പിക്കാൻ ഇവിടെ അത് ഏറ്റുവാങ്ങാൻ എത്തിയിട്ടുള്ളവരുണ്ട്. എല്ലാവർക്കും എൻ്റെ സന്തോഷ നമസ്കാരം. നമ്മുടെ ഈ 2025 എത്തുമ്പോൾ നമ്മുടെ സ്കൂളിന് 105 വയസ്സ് പ്രായമാകും. അപ്പോൾ ഒരു മുത്തശ്ശിയാണ് നമ്മുടെ ഈ സ്കൂൾ. ഇത്രയും പഴക്കമുള്ള ഈ വിദ്യാലയത്തിൽ പഠിക്കാൻ നമുക്ക് സാധിച്ചു എന്നത് തന്നെ ഞാനൊരു ഭാഗ്യമായി കരുതുകയാണ്. ഒട്ടനവധി മഹൽ വ്യക്തിത്വങ്ങൾ നമ്മുടെ വിദ്യാലയത്തിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുണ്ട്. ഇന്ത്യൻ ഹൈക്കമ്മീഷണറായ സയ്യിദ് മുഹമ്മദ്, അതുപോലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പ്രോ വൈസ് ചാൻസലറായിരുന്ന
ഡോക്ടർ എൻ എ കരീം, ചരിത്രകാരനായിരുന്ന ഡോക്ടർ സി കെ കരീം, നമ്മുടെ ഇപ്പം തന്നെ ഇന്ത്യയിലെ ലോക പ്രശസ്തനായ സയൻറ്റിസ്റ്റ് ഡോക്ടർ ഹാത്ത, അങ്ങനെ നിരവധി പേർ. അതുകൂടാതെ മലയാളികളുടെ പ്രിയങ്കരനായ നടൻ സിദ്ദീഖ്, മജീദ് ഖാൻ, സ്റ്റാർ സിംഗർ ഫാസില ബാനു, ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന വയലിനിസ്റ്റായ രൂപ, ഇന്ത്യയിലെ ആദ്യത്തെ കരോക്കെ ഗായിക റുബയ്യ, ഫിലിം ഡയറക്ടർ ഡിനോയ് പൗലോസ്, അതുപോലെ യൂണിവേഴ്സിറ്റി കലാപ്രതിഭ പ്രദീപ്, അങ്ങനെ നിരവധി പേർ നമ്മുടെ സ്കൂളിൻ്റെ വേദിയിലൂടെ കടന്ന് പോയിട്ടുള്ളവരാണ്. നമ്മുടെ വിദ്യാലയം അക്കാഡമിക രംഗത്ത് മാത്രമല്ല, അതുപോലെ കായിക രംഗത്ത്, കലാരംഗത്ത് ഒക്കെ എറണാകുളം ജില്ലയിൽ തന്നെ പലവട്ടം മികവ് തെളിയിച്ചിട്ടുള്ള ഒരു വിദ്യാലയമാണ്. വൈപ്പിൻകരയുടെ മാത്രമല്ല, എറണാകുളം ജില്ലയുടെ തന്നെ ഒരു അഭിമാന സ്തംഭമാണ് എടവനക്കാട് ഹിദായത്തുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂൾ. ഏതൊരു സ്കൂളിനും ഒരു അലുമിനി വേണ്ടതാണ്. നിരവധി സ്കൂളുകൾക്ക് അങ്ങനെ അലുമിനി അസോസിയേഷൻ ഉണ്ട്. നമ്മുടെ വിദ്യാലയം ഒരു 94 വർഷം എത്തിയപ്പോഴാണ് അങ്ങനെ ഒരു അസോസിയേഷൻ വേണമെന്ന ഒരു ആഗ്രഹം വന്നത്. അതിന് ഇനീഷ്യേറ്റീവ് എടുത്തത് മുല്ലക്കര സെക്രട്ടറി ആണ്. അതുപോലെ എന്നാൽ ഒരു അസോസിയേഷൻ, അലുമിനി അസോസിയേഷന് ഒരു ആസ്ഥാനം എന്നത് വേറെ ഏതെങ്കിലും സ്കൂളുകൾക്കുണ്ടോ എന്ന് എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ തന്നെ വളരെ വിരലിൽ എണ്ണാവുന്ന സ്കൂളുകൾക്കേ ഉണ്ടാകാൻ സാധ്യതയില്ലെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അപ്പോൾ അത് നമ്മൾ നേടിയെടുത്തു എന്നത് നമ്മുടെ ഹിസയുടെ ഒരു നേട്ടമാണ്. അത് സ്കൂളിനൊരു നേട്ടമാണ്. ഹിസ എന്ന് പറയുമ്പോൾ, അതായത് അലുമിനി അസോസിയേഷൻ എന്ന് പറയുന്നത് സ്കൂളിൻ്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ട ഒരു സംഘടനയാണ്. സ്കൂളിൻ്റെ അപ്പോഴുണ്ടാവുന്ന പ്രശ്നങ്ങളിൽ ഇടപെടാനോ അത് പരിഹരിക്കാനോ എല്ലാം നമ്മൾ ഈ അസോസിയേഷൻ മുന്നിട്ടിറങ്ങുന്നുണ്ട്. സഹായങ്ങൾ മുമ്പും ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും പോരാ. നമ്മൾ ബസ് കൊടുത്തിട്ടുണ്ട്, അതൊക്കെ ശരിയാണ്. പക്ഷേ മറ്റു പല അസോസിയേഷനുകളും അലുമിനി അസോസിയേഷനുകളും സ്കൂളുകൾക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിനേക്കാളൊക്കെ വളരെ വലിയ കാര്യങ്ങളാണ്. നമുക്കിപ്പോൾ ആ പാമ്പ് കടിയേറ്റ കുട്ടിക്ക് സഹായം ചെയ്യാൻ കഴിഞ്ഞു. അങ്ങനെയുള്ള സഹായങ്ങൾ നമ്മൾ സ്കൂളിന് ചെയ്യുന്നത് കൂടാതെ നമ്മൾ ഹിസയിലെ അംഗങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കാനും നമുക്ക് കഴിയണം. നമ്മളിന്നിപ്പോൾ ഇവിടെ ഈ ഒരു ചടങ്ങ് ഏറ്റവും അഭിമാനകരമാവുന്നത് നമ്മൾ 4 പേർക്ക് ഇന്ന് ഇവിടെ അനുമോദനം അർപ്പിക്കുന്നു എന്ന കാര്യത്തിലാണ്. ഇന്ത്യൻ റെക്കോർഡ്സ് ഓഫ് എന്താണ് ഇന്ത്യൻ അസ്ലം നേടിയത്? ഇന്ത്യൻ ബുക്ക് റെക്കോർഡ്സ്. അത് നേടിയ ട്രക്കിങ്ങിൽ വളരെയേറെ പ്രയാസപ്പെട്ട് അദ്ദേഹം ചെയ്തത് അദ്ദേഹം ഇവിടെ വിശദീകരിക്കാൻ ഞങ്ങൾ ക്ഷണിക്കുന്നുണ്ട്. വളരെയേറെ പ്രയാസപ്പെട്ട ഒരു കാര്യമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. ട്രക്കിങ്ങിൽ അപകടകരമായ വഴിയിലൂടെ അദ്ദേഹം കടന്നു ചെന്നു. ഇന്ത്യക്ക് തന്നെ അഭിമാനകരമായ ഒരു വ്യക്തിയായി അദ്ദേഹം മാറി. അതുപോലെ തന്നെ ജൂഡോയിൽ ചാമ്പ്യൻഷിപ്പ് നേടിയ വിജയ് കൃഷ്ണയുണ്ട്, പിന്നെ ബിലാലുണ്ട്, പിന്നെ വിജയ് കൃഷ്ണ, ബേസ്ബോൾ, സോഫ്റ്റ് ബോളിൽ നാഷണൽ ലെവൽ വരെ മത്സരിക്കാൻ ഇടം കിട്ടിയ ഒരു കുട്ടിയാണ് നമ്മുടെ ഹൃദയ. അത് പറയുമ്പോൾ തന്നെ ആ ഹൃദയയുടെ ഫാദർ ഇവിടെ ഇരിപ്പുണ്ട്.
ഇവിടെ ഒന്ന് എഴുന്നേറ്റ് നിൽക്കുമോ? അദ്ദേഹത്തിൻ്റെ പൂർണ്ണ പിന്തുണ, അതായത് മാതാപിതാക്കളുടെ പൂർണ്ണ പിന്തുണ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് ഇതുപോലെ ഉയരാൻ കഴിയുള്ളൂ. മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ നിങ്ങൾക്കറിയാം റുബയ്യ ആ ലെവലിലെത്തിയത് എൻ്റെ അഹോരാത്രം പണിപ്പെട്ടിട്ടാണെന്ന് നിങ്ങൾക്കറിയാം. തുടക്കത്തിലേക്ക് ഒരുപാട് രൂപ ഞാൻ ചിലവാക്കിയിട്ടുണ്ട്. ഞാനത് കണക്കാക്കാതെ രൂപ ചെലവാക്കിയതിൻ്റെ ഫലമായിട്ട് നമുക്ക് അങ്ങനെ ഒരു കരോക്കെ എന്ന ഒരു പ്രസ്ഥാനം കൊണ്ടുവരാൻ കഴിഞ്ഞു. നമ്മുടെ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയങ്കരനായ ഇർഷാദുൽ മുസ്ലിമീൻ സഭാ പ്രസിഡന്റ് തൗഫീഖ് റഹ്മാനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സദസ്സിലുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ഇവിടെ ഇന്ന് അനുമോദനം ഏറ്റുവാങ്ങാൻ എത്തിയിരിക്കുന്ന വിദ്യാർത്ഥികളെ, അതിന് ദൈവത്തിൻ്റെ ശാന്തിയും സമാധാനവും എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഞാനിന്നിവിടെ ഓടിയെത്തിയതെന്ന് വെച്ചാൽ ഞാനൊരു വേറൊരു പരിപാടിയിലായിരുന്നു. എന്നോട് 10 മണിക്ക് കാരണം നമ്മുടെ ഫിക്സ് ചെയ്താണ്. ഞാൻ ഓടിയെത്തിയത് 10 മിനിറ്റ് കഴിഞ്ഞാണ് ഞാൻ എത്തിയത് ഇവിടെ. അവിടുത്തെ പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ തിരിച്ചു പോരേണ്ട വന്ന് പെട്ടെന്ന് ഇവിടെ എത്തി. ഇല്ലെങ്കിൽ ഇവിടെ എത്തിയില്ലെങ്കിൽ ഇവരെല്ലാവരും പറയും ഇവനിപ്പോൾ മാനേജറായി ഒരു ജാടയൊക്കെയുണ്ട്, ഇവരിത്തി വൈകിയൊക്കെ വന്നു തുടങ്ങി, അതിന് മുമ്പൊക്കെ എല്ലാ പരിപാടികളും കൃത്യമായിട്ട് എത്തിയിരുന്നതായിരുന്നു എന്നൊക്കെ പറയുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ ആ പരിപാടി ഒഴിവാക്കി ഇവിടെ എത്തിയത്. അതാദ്യം വെറുതെ പറഞ്ഞുള്ളൂ. ഇസയുടെ ഓഫീസ് ഉദ്ഘാടനം എന്ന് പറയുമ്പോൾ ഞാൻ ഇതിൽ നമ്മുടെ ഇസ രൂപീകരണ വേള തൊട്ട് മുല്ലക്കര സെക്രിയ അത് രൂപീകരണ സമയം തൊട്ട് അതിൻ്റെയൊക്കെ വേണ്ടി മൂല്യ അംഗമായി പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ വളരെ സന്തോഷത്തിലാണ് ഇങ്ങനത്തെ ഒരു ഉദ്ഘാടന സദസ്സിൽ പങ്കെടുക്കാൻ പറ്റുന്നത് തന്നെ. ഇസ എന്ന് പറയുന്നത് നമ്മുടെ സ്കൂളിൻ്റെ ബാക്ക് സപ്പോർട്ടായിട്ട് എപ്പോഴും സ്കൂളിൻ്റെ ഒരു സപ്പോർട്ടായിട്ട് നിലകൊള്ളുന്നതാണ്. അതെനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്. സ്കൂളിന് അത്യാവശ്യമായപ്പോൾ സ്കൂൾ ബസ് നൽകിയും ഇപ്പോൾ നമ്മുടെ ഈ സബ്സിഡന്റ് പറഞ്ഞുകൊണ്ട് ലാസ്റ്റ് ഞാനൊരു റിക്വസ്റ്റ് പറഞ്ഞു, നമ്മളുടെ ഒരു കുട്ടിയുടെ ഒരു ചികിത്സാ സഹായ ഫണ്ട് അത് തന്നെ അവർ എക്സിക്യൂട്ടീവ് കൂടി അടുത്ത ദിവസം തന്നെ അവർ കൈമാറുകയാണ് ഉണ്ടായത്. എന്ന് വെച്ചാൽ നമ്മൾ അതിനു മുമ്പ് കിട്ടുമെന്ന് വിചാരിച്ചതിന് മുമ്പ് നമ്മുടെ ഇസയുടെ ആ ഒരു സംഭാവന അവിടെ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഏത് കാര്യത്തിലാണെങ്കിലും ഇപ്പൊ അവസാനം നടന്ന എനിക്ക് തോന്നുന്ന NSSന്റെ ഒരു ക്യാമ്പ് അതില് ഭാഗമാക്കാൻ പറയുമ്പോൾ അതിലും ഏറ്റവും നല്ല രീതിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ അതിനെന്താണ് വേണ്ടതെന്ന് ചോദിച്ചിട്ട് അതിനു വേണ്ടി ഏറ്റവും നല്ല രീതിയിൽ ഇടപെട്ട് അതിൽ പങ്കാളികളാവും. ഈ തവണത്തെ ക്രിസ്മസ് ആഘോഷം നടത്തിയത് ഇസയായിരുന്നു. ആ NSS ക്യാമ്പിൽ വെച്ച് നടത്തിയത്. ഇസയുടെ ഈ തവണത്തെ പ്രവർത്തക സമിതി അഭിനന്ദനം അറിയിക്കുന്നുണ്ട്. എന്തായാലും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര നാളുകൾക്ക് ശേഷം ഇങ്ങനെ ഒരു ഓഫീസ് എടുത്തു മാറണമെന്ന് അല്ലെങ്കിൽ ഓഫീസ് ആയിട്ട് മുന്നോട്ട് പോകണമെന്ന് എടുത്ത അവരുടെ ഒരു തീരുമാനം വളരെ നല്ലൊരു തീരുമാനമായിരുന്നു. ഇതിന് ഇസയുടെ ഒരുപാട് മെമ്പർമാർ ഇവിടെ ഇരിക്കുന്ന ഇപ്പം എക്സിക്യൂട്ടീവ് അംഗങ്ങളല്ലെങ്കിലും അല്ലാത്തവരും അതിനുവേണ്ടി ഒരുപാട് പേര് പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് എനിക്ക് വ്യക്തമായി അറിയാവുന്ന ഒരു കാര്യമാണ്. നമ്മളുടെ ഈ അവസാനത്തെ 10ാം വാർഷികം കഴിഞ്ഞ ഉടനെ നമ്മളുടെ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഒരു മെമ്പർ എന്നോട് പറഞ്ഞത്, ആദ്യം പറഞ്ഞ കാര്യം ഇനി അടുത്തത് നമുക്കൊരു ഓഫീസ് വേണമെന്നാണ് പറഞ്ഞത്. നമ്മുടെ ഇസയുടെ കാര്യങ്ങൾ, ദൈനംദിന കാര്യങ്ങളായാലും അതിൻ്റെ ചർച്ചകളും അതെല്ലാം പുരോഗമിക്കുന്നതിന് വേണ്ടി നമുക്ക് സ്വന്തമായിട്ടൊരു ഓഫീസ് ആളുകളുടെ ഇതിലെ ഇനിഷ്യേറ്റീവ് എടുത്ത് ഇവരുടെ കൂടെ നടന്ന് അത്രയും പെട്ടെന്ന് എനിക്കൊന്ന് ഒരാഴ്ചക്കുള്ളിൽ തന്നെ ആളെന്നെ വിളിച്ച് പറയുകയുണ്ടായി, നമ്മുടെ ഒരു റൂം ശരിയായിട്ടുണ്ട്, നമുക്കിങ്ങനെ ഓഫീസിലോ നമുക്ക് സ്വന്തമായിട്ടൊരു ഓഫീസായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ വളരെ സന്തോഷം തോന്നി. ഇനി കൂടുതലായിട്ടൊന്നും ദീർഘിപ്പിക്കുന്നില്ല. നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതത്തോടു കൂടി നമ്മളുടെ
ഈ നമ്മളുടെ സ്വന്തം ഓഫീസ് ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയങ്കരനായ ഇർഷാദ് മുസ്ലിമീൻ സഭാ പ്രസിഡന്റ് തൗഫീഖ് റഹ്മാനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ഇവിടെ ഇന്ന് അനുമോദനം ഏറ്റുവാങ്ങാൻ എത്തിയിരിക്കുന്ന വിദ്യാർത്ഥികളെ, അതിന് ദൈവത്തിൻ്റെ ശാന്തിയും സമാധാനവും എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഞാനിന്നിവിടെ ഓടിയെത്തിയതെന്ന് വെച്ചാൽ ഞാനൊരു വേറൊരു പരിപാടിയിലായിരുന്നു. എന്നോട് 10 മണിക്ക് കാരണം നമ്മുടെ ഫിക്സ് ചെയ്താണ്. ഞാൻ ഓടിയെത്തിയത് 10 കഴിഞ്ഞാണ് ഞാൻ എത്തിയത് ഇവിടെ. അവിടുത്തെ പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ തിരിച്ചു പോരേണ്ട വന്ന് പെട്ടെന്ന് ഇവിടെ എത്തി. ഇല്ലെങ്കിൽ ഇവിടെ എത്തിയില്ലെങ്കിൽ ഇവരെല്ലാവരും പറയും ഇവനിപ്പോൾ മാനേജറായി ഒരു ജാടയൊക്കെ ഉണ്ട്, ഇവന് ഇത്തിരി വൈകിയൊക്കെ വന്നു തുടങ്ങി, അതിന് മുമ്പൊക്കെ എല്ലാ പരിപാടികളും കൃത്യമായിട്ട് എത്തിയിരുന്നതായിരുന്നു എന്നൊക്കെ പറയുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ ആ പരിപാടി ഒഴിവാക്കി ഇവിടെ എത്തിയത്. അതാദ്യം വെറുതെ പറഞ്ഞുള്ളൂ. ഇസയുടെ ഓഫീസ് ഉദ്ഘാടനം എന്ന് പറയുമ്പോൾ ഞാൻ ഇതിൽ നമ്മുടെ ഇസ രൂപീകരണ വേള തൊട്ട് മുല്ലക്കര സെക്രിയ അത് രൂപീകരണ സമയം തൊട്ട് അതിൻ്റെയൊക്കെ വേണ്ടി അംഗമായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ വളരെ സന്തോഷത്തിലാണ് ഇങ്ങനത്തെ ഒരു ഉദ്ഘാടന സദസ്സിൽ പങ്കെടുക്കാൻ പറ്റുന്നത് തന്നെ. ഇസ എന്ന് പറയുന്നത് നമ്മുടെ സ്കൂളിന് ബാക്ക് സപ്പോർട്ടായിട്ട് എപ്പോഴും സ്കൂളിൻ്റെ ഒരു സപ്പോർട്ടായിട്ട് നിലകൊള്ളുന്നതാണ്. അതെനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്. സ്കൂളിന് അത്യാവശ്യമായപ്പോൾ സ്കൂൾ ബസ് നൽകിയും ഇപ്പോൾ നമ്മുടെ സബ് പ്രസിഡന്റ് പറഞ്ഞുകൊണ്ട് ലാസ്റ്റ് ഞാനൊരു റിക്വസ്റ്റ് പറഞ്ഞു, നമ്മളുടെ ഒരു കുട്ടിയുടെ ഒരു ചികിത്സാ സഹായ ഫണ്ട് അത് തന്നെ അവർ എക്സിക്യൂട്ടീവ് കൂടി അടുത്ത ദിവസം തന്നെ അവർ കൈമാറുകയാണ് ഉണ്ടായത്. എന്നുവെച്ചാൽ നമ്മൾ അതിനു മുമ്പ് കിട്ടുന്ന വിചാരിച്ചതിന് മുമ്പ് നമ്മുടെ ഇസയുടെ ആ ഒരു സംഭാവന അവിടെ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഏത് കാര്യത്തിലാണെങ്കിലും ഇപ്പൊ അവസാനം നടന്ന എനിക്ക് തോന്നുന്നത് NSSന്റെ ഒരു ക്യാമ്പ് അതിന് ഭാഗമാക്കാൻ പറയുമ്പോൾ അതിനും ഏറ്റവും നല്ല രീതിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിനെന്താണ് വേണ്ടതെന്ന് ചോദിച്ചിട്ട് അതിനു വേണ്ടി ഏറ്റവും നല്ല രീതിയിൽ ഇടപെട്ട് അതിൽ പങ്കാളികളാവും. ഇത്തവണത്തെ ക്രിസ്മസ് ആഘോഷം നടത്തിയത് ഇസയായിരുന്നു. ആ NSS ക്യാമ്പിൽ വെച്ച് നടത്തിയത്. ഇസയുടെ ഇത്തവണത്തെ പ്രവർത്തക സമിതി അഭിനന്ദനം അറിയിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര നാളുകൾക്ക് ശേഷം ഇങ്ങനെ ഒരു ഓഫീസ് എടുത്തു മാറണമെന്ന് അല്ലെങ്കിൽ ഓഫീസ് ആയിട്ട് മുന്നോട്ട് പോകണമെന്ന് എടുത്ത അവരുടെ ഒരു തീരുമാനം വളരെ നല്ലൊരു തീരുമാനമായിരുന്നു. ഇതിന് ഇസയുടെ ഒരുപാട് മെമ്പർമാർ ഇവിടെ ഇരിക്കുന്ന ഇപ്പം എക്സിക്യൂട്ടീവ് അംഗങ്ങളല്ലെങ്കിലും അല്ലാത്തവരും അതിനുവേണ്ടി ഒരുപാട് പേര് പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് എനിക്ക് വ്യക്തമായി അറിയാവുന്ന ഒരു കാര്യമാണ്. നമ്മളുടെ ഈ അവസാനത്തെ 10ാം വാർഷികം കഴിഞ്ഞ ഉടനെ നമ്മളുടെ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഒരു മെമ്പർ എന്നോട് പറഞ്ഞത് ആദ്യം പറഞ്ഞ കാര്യം ഇനി അടുത്തത് നമുക്കൊരു ഓഫീസ് വേണമെന്നാണ് പറഞ്ഞത്. നമ്മളുടെ ഇസയുടെ കാര്യങ്ങൾ ദൈനംദിന കാര്യങ്ങളായാലും അതിൻ്റെ ചർച്ചകളും അതെല്ലാം പുരോഗമിക്കുന്നതിന് വേണ്ടി നമുക്ക് സ്വന്തമായിട്ടൊരു ഓഫീസ് ആളും കൂടെ ഇതിലെ ഇനിഷ്യേറ്റീവ് എടുത്ത് ഇവരുടെ കൂടെ നടന്ന് അത്രയും പെട്ടെന്ന് എന്നുവെച്ചാൽ അത്രയും പെട്ടെന്ന് എനിക്കൊന്നും ഒരാഴ്ചക്കുള്ളിൽ തന്നെ ആളെന്നെ വിളിച്ചു പറയുകയുണ്ടായി, നമ്മളുടെ ഒരു മൂന്ന് ശരിയായിട്ടുണ്ട്, നമുക്കിങ്ങനെ ഓഫീസിലോ നമുക്ക് സ്വന്തമായിട്ടൊരു ഓഫീസായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ വളരെ സന്തോഷം തോന്നി. ഇനി കൂടുതലായിട്ടൊന്നും ദീർഘിപ്പിക്കുന്നില്ല. നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതത്തോടു കൂടി നമ്മളുടെ സ്വന്തം ഓഫീസ് ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ആർട്സിൽ പങ്കെടുത്ത് വിജയിച്ച ആളുകളെ നമ്മൾ വേറൊരു യോഗത്തിൽ നമ്മൾക്ക് അനുകൂലിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അത് മാറ്റിവെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ സ്പോർട്സിൽ സ്റ്റേറ്റ് കലോത്സവ വിജയികളായ ആളുകളിൽ സ്പോർട്സിൽ പങ്കെടുത്ത വിജയികൾക്ക് മാത്രമേ ഇവിടെ അനുമോദനം സംഘടിപ്പിച്ചിട്ടുള്ളൂ. അത് ഈ അവസരത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ട്രക്കിങ്ങിൽ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഉടമയായ നമ്മുടെ ഒക്കെ അയൽവാസിയും നമ്മുടെ
ചെറുപ്പം മുതലേ നമ്മളിവിടെ കണ്ടുവളർന്ന നമ്മുടെ അസ്ലമിനെ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് നന്ദിയുണ്ട് ഇങ്ങനൊരു പരിപാടിക്ക് ഭാഗമാകാൻ കഴിഞ്ഞതിലും ഇങ്ങനൊരു അനുമോദന ചടങ്ങ് എനിക്കായിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവർക്കായിട്ട് സംഘടിപ്പിക്കുമ്പോൾ ഞങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഒരു പ്രോത്സാഹനം ചെറുതൊന്നുമല്ല. ഞാനിങ്ങോട്ട് കയറുമ്പോൾ ഞാൻ ആലോചിക്കുകയായിരുന്നു, എനിക്ക് എൻ്റെ ടീച്ചേഴ്സിനെയൊക്കെ എനിക്ക് ഓർമ്മ വന്നതാണ്. ഐഷ ടീച്ചർ, ഫെമീന ടീച്ചർ, മറിയുമ്മ ടീച്ചർ, ഷംസു സാറ്, അങ്ങനെ എല്ലാവരും എനിക്ക് ഈ ഒരു ഏരിയയിലേക്ക് കയറിയപ്പോൾ തന്നെ എനിക്ക് ഓർമ്മ വന്നു. അതെൻ്റെ കൂടെ പറഞ്ഞത്. പിന്നെ ഞാനൊരു 2019 മുതലാണ് ഞാൻ പ്രവാസിയായിരുന്നു. അതിനുശേഷം 2019 മുതലാണ് ഞാൻ യാത്രകൾ ആരംഭിച്ചത്. യാത്രകൾ ആദ്യം എങ്ങോട്ട് പോകണം എന്നുള്ള ഒരു അറിവൊന്നുമില്ല. കാരണം കേരളത്തിൻ്റെ വെളിയിലേക്ക് വളരെ അപൂർവമായിട്ട് മാത്രമേ ഞാൻ പോയിട്ടുള്ളൂ. അന്ന് ഞാൻ ഡൽഹിയിലേക്ക് ട്രെയിൻ കയറി. അല്ലൂക്കാട് മോൻ മുഹമ്മദാണ് എന്നെ ആലുവ റെയിൽവേ സ്റ്റേഷനിലാക്കി തന്നത്. ട്രെയിൻ ടിക്കറ്റ് മാത്രമേ എടുത്തിട്ടുള്ളൂ. എങ്ങോട്ട് ഡൽഹി ചെന്നിട്ട് എങ്ങോട്ട് പോകണം എന്നുള്ള അറിവൊന്നും അന്നുണ്ടായില്ല. ഡൽഹിയിലെത്തി വെറുതെ അവിടെ മെട്രോ, എനിക്ക് പുതിയൊരു നഗരമാണത്, മെട്രോയിൽ പോകുന്നു. ആ സ്ഥലത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി. എവിടെയോ ഇറങ്ങുന്നു. ഞാൻ അവിടെ ഇറങ്ങി കുറച്ച് കോളേജ് പിള്ളേർ അവിടെ നിന്ന് ഫുഡ് കഴിക്കണ കണ്ടു. അപ്പോൾ അവരോട് ഈ സ്ഥലത്തിൻ്റെ പേരും ഡീറ്റെയിൽസൊക്കെ ചോദിച്ചു. അവരെന്നോടും ചോദിച്ചു നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്. അപ്പോൾ ഞാൻ അറിയില്ല, ഇങ്ങോട്ട് അടുത്ത് നെക്സ്റ്റ് എങ്ങോട്ട് പോകുന്നു എന്നുള്ളത് എനിക്ക് ഐഡിയ ഇല്ല എന്ന് പറഞ്ഞതനുസരിച്ച് അവർ പറഞ്ഞു നിങ്ങൾക്ക് വേണമെങ്കിൽ കാശ്മീർ പോകാം, അല്ലെങ്കിൽ മണാലി പോകാം, അല്ലെങ്കിൽ ലഡാക്ക് പോകാം, ഹരിയാന, പഞ്ചാബ്, അങ്ങനെ പല സ്ഥലങ്ങളും അവർ വെറുതെ പറഞ്ഞു. ഞാനപ്പോൾ ഗൂഗിളിൽ നോക്കുമ്പോൾ മണാലിക്ക് വിടാം എന്നുള്ളത് തോന്നി. എങ്ങനെ പോകണം എന്നൊന്നും അറിയില്ല. ഗൂഗിളിൽ നോക്കി മണാലിക്ക് നേരെ വിട്ടു. മണാലിയിൽ നിന്ന് അവിടെ ചെന്നപ്പോൾ അപ്പോഴാണ് അറിയണ ലഡാക്ക്. അങ്ങനെ അവിടെ നിന്ന് ബൈക്ക് റെൻറ്റിനെടുത്ത് ഒറ്റയ്ക്ക് തന്നെയാണ് യാത്രകളെല്ലാം. ലഡാക്ക് കഴിഞ്ഞു, തിരിച്ചു വന്നു, ഡൽഹിയിൽ വന്നു. അവിടെ നിന്ന് അമൃത്സർ, വാഗാ ബോർഡർ, ഇന്ത്യ പാകിസ്ഥാൻ ബോർഡർ, പിന്നെ ഹരിയാന, പഞ്ചാബ്, ഉത്തർപ്രദേശ്. എൻ്റെ ഓരോ യാത്രയിലും ഞാൻ ഒരുപാട് പാഠങ്ങൾ പഠിച്ചു. ഫോർ എക്സാമ്പിൾ ഈ യാത്രയിലായിരുന്നു ഞാൻ പഠിച്ച വലിയൊരു പാഠം, പത്രമാധ്യമങ്ങളിൽ വരുന്ന പല വാർത്തകളും തെറ്റാണ് എന്നുള്ള ഒരു സത്യം. അന്ന് പല അനുഭവങ്ങളും നല്ലതും മോശമായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ ആ യാത്രയിലുണ്ടായിരുന്നു. വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ഇവിടെ ഇന്ന് അനുമോദനം ഏറ്റുവാങ്ങാൻ എത്തിയിരിക്കുന്ന വിദ്യാർത്ഥികളെ, അതിന് ദൈവത്തിൻ്റെ ശാന്തിയും സമാധാനവും എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഞാനിന്നിവിടെ ഓടിയെത്തിയതെന്ന് വെച്ചാൽ ഞാനൊരു വേറൊരു പരിപാടിയിലായിരുന്നു. എന്നോട് 10 മണിക്ക് കാരണം നമ്മുടെ ഫിക്സ് ചെയ്ത കാരണം ഞാൻ ഓടിയെത്തിയത് 10 മിനിറ്റ് കഴിഞ്ഞാണ് ഞാൻ എത്തിയത് ഇവിടെ. അവിടുത്തെ പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ തിരിച്ചു പോരാണ്ട് വന്ന് പെട്ടെന്ന് ഇവിടെ എത്തി. ഇല്ലെങ്കിൽ ഇവിടെ എത്തിയില്ലെങ്കിൽ ഇവരെല്ലാവരും പറയും ഇവരിപ്പോൾ മാനേജറായ ഒരു ജാടയൊക്കെ ഉണ്ട്, ഇവർ ഇത്തിരി വൈകിയൊക്കെ വന്നു തുടങ്ങി, അതിന് മുമ്പൊക്കെ എല്ലാ പരിപാടികളും കൃത്യമായിട്ട് എത്തിയിരുന്നതായിരുന്നു എന്നൊക്കെ പറയുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ ആ പരിപാടി ഒഴിവാക്കി ഇവിടെ എത്തിയത്. അതാദ്യം വെറുതെ പറഞ്ഞുള്ളൂ. ഇസയുടെ ഓഫീസ് ഉദ്ഘാടനം എന്ന് പറയുമ്പോൾ ഞാൻ ഇതിൽ നമ്മുടെ ഇസ രൂപീകരണ വേള തൊട്ട് മുല്ലക്കര സെക്രിയ അത് രൂപീകരണ സമയം തൊട്ട് അതിൻ്റെയൊക്കെ വേണ്ടി അംഗമായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ വളരെ സന്തോഷത്തിലാണ് ഇങ്ങനത്തെ ഒരു ഉദ്ഘാടന സദസ്സിൽ പങ്കെടുക്കാൻ പറ്റുന്നത് തന്നെ. ഇസ എന്ന് പറയുന്നത് നമ്മുടെ സ്കൂളിൻ്റെ ബാക്ക് സപ്പോർട്ടായിട്ട് എപ്പോഴും സ്കൂളിൻ്റെ ഒരു സപ്പോർട്ടായിട്ട് നിലകൊള്ളുന്നതാണ്. അതെനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്. സ്കൂളിന് അത്യാവശ്യമായപ്പോൾ സ്കൂൾ ബസ് നൽകിയും ഇപ്പോൾ
നമ്മുടെ സബ് പ്രസിഡന്റ് പറഞ്ഞുകൊണ്ട് ലാസ്റ്റ് ഞാനൊരു റിക്വസ്റ്റ് പറഞ്ഞു. നമ്മളുടെ ഒരു കുട്ടിയുടെ ഒരു ചികിത്സാ സഹായ ഫണ്ട് അത് തന്നെ അവർ എക്സിക്യൂട്ടീവ് കൂടി അടുത്ത ദിവസം തന്നെ അവർ കൈമാറുകയാണ് ഉണ്ടായത്. എന്നുവെച്ചാൽ നമ്മൾ അതിനു മുമ്പ് കിട്ടുന്ന വിചാരിക്കുന്നതിന് മുമ്പ് നമ്മുടെ ഇസയുടെ ആ ഒരു സംഭാവന അവിടെ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഏത് കാര്യത്തിലാണെങ്കിലും ഇപ്പൊ അവസാനം നടന്ന എനിക്ക് തോന്നുന്നത് NSSന്റെ ഒരു ക്യാമ്പ് അതില് ഭാഗമാക്കാൻ പറയുമ്പോൾ അതിലും ഏറ്റവും നല്ല രീതിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ അതിനെന്താണ് വേണ്ടതെന്ന് ചോദിച്ചിട്ട് അതിനു വേണ്ടി ഏറ്റവും നല്ല രീതിയിൽ ഇടപെട്ട് അതിൽ പങ്കാളികളാവും. ഇത്തവണത്തെ ക്രിസ്മസ് ആഘോഷം നടത്തിയത് ഇസയായിരുന്നു. ആ NSS ക്യാമ്പിൽ വെച്ച് നടത്തിയത്. ഇസയുടെ ഇത്തവണത്തെ പ്രവർത്തക സമിതി അഭിനന്ദനം അറിയിക്കുന്നുണ്ട്. എന്തായാലും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര നാളുകൾക്ക് ശേഷം ഇങ്ങനെ ഒരു ഓഫീസ് എടുത്തു മാറണമെന്ന് അല്ലെങ്കിൽ ഓഫീസ് ആയിട്ട് മുന്നോട്ട് പോകണമെന്ന് എടുത്ത അവരുടെ ഒരു തീരുമാനം വളരെ നല്ലൊരു തീരുമാനമായിരുന്നു. ഇതിന് ഇസയുടെ ഒരുപാട് മെമ്പർമാർ ഇവിടെ ഇരിക്കുന്ന ഇപ്പൊ എക്സിക്യൂട്ടീവ് അംഗങ്ങളല്ലെങ്കിലും അല്ലാത്തവരും അതിനുവേണ്ടി ഒരുപാട് പേര് പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് എനിക്ക് വ്യക്തമായി അറിയാവുന്ന ഒരു കാര്യമാണ്. നമ്മളുടെ ഈ അവസാനത്തെ 10ാം വാർഷികം കഴിഞ്ഞ ഉടനെ നമ്മളുടെ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഒരു മെമ്പർ എന്നോട് പറഞ്ഞത് ആദ്യം പറഞ്ഞ കാര്യം ഇനി അടുത്തത് നമുക്കൊരു ഓഫീസ് വേണമെന്നാണ് പറഞ്ഞത്. നമ്മളുടെ ഇസയുടെ കാര്യങ്ങൾ ദൈനംദിന കാര്യങ്ങളായാലും അതിൻ്റെ ചർച്ചകളും അതെല്ലാം പുരോഗമിക്കുന്നതിന് വേണ്ടി നമുക്ക് സ്വന്തമായിട്ടൊരു ഓഫീസ് ആളും കൂടെ ഇതിലെ ഇനിഷ്യേറ്റീവ് എടുത്ത് ഇവരുടെ കൂടെ നടന്ന് അത്രയും പെട്ടെന്ന് എന്നുവെച്ചാൽ അത്രയും പെട്ടെന്ന് എനിക്കൊന്നും ഒരാഴ്ചക്കുള്ളിൽ തന്നെ ആളെന്നെ വിളിച്ചു പറയുകയുണ്ടായി നമ്മളുടെ ഒരു മൂന്ന് ശരിയായിട്ടുണ്ട്, നമുക്കിങ്ങനെ ഓഫീസിലോ നമുക്ക് സ്വന്തമായിട്ടൊരു ഓഫീസ് ആയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ വളരെ സന്തോഷം തോന്നി. നമ്മുടെ ആർട്സിൽ പങ്കെടുത്ത് വിജയിച്ച ആളുകളെ നമ്മൾ വേറൊരു യോഗത്തിൽ നമ്മൾക്ക് അനുകൂലിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അത് മാറ്റിവെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ സ്പോർട്സിൽ സ്റ്റേറ്റ് കലോത്സവ വിജയികളായ ആളുകൾ സ്പോർട്സിൽ പങ്കെടുത്ത വിജയികൾക്ക് മാത്രമേ ഇവിടെ അനുമോദനം സംഘടിപ്പിച്ചിട്ടുള്ളൂ. അത് ഈ അവസരത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ട്രക്കിങ്ങിൽ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഉടമയായ നമ്മുടെ ഒക്കെ അയൽവാസിയും നമ്മുടെ ചെറുപ്പം മുതലേ നമ്മളിവിടെ കണ്ടുവളർന്ന നമ്മുടെ അസ്ലമിനെ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. വിശിഷ്ട വ്യക്തികളെ എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് നന്ദിയുണ്ട് ഇങ്ങനൊരു പരിപാടിക്ക് ഭാഗമാകാൻ കഴിഞ്ഞതിനും ഇങ്ങനൊരു അനുമോദന ചടങ്ങ് എനിക്കായിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവർക്കായിട്ട് സംഘടിപ്പിക്കുമ്പോൾ ഞങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഒരു പ്രോത്സാഹനം ചെറുതൊന്നുമല്ല. ഞാനിങ്ങോട്ട് കയറുമ്പോൾ ഞാൻ ആലോചിക്കുകയായിരുന്നു, എനിക്ക് എൻ്റെ ടീച്ചേഴ്സിനെയൊക്കെ എനിക്ക് ഓർമ്മ വന്നതാണ്. ഐഷ ടീച്ചർ, ഫെമിന ടീച്ചർ, മറിയുമ്മ ടീച്ചർ, ഷംസു സാറ്, അങ്ങനെ എല്ലാവരും എനിക്ക് ഈ ഒരു ഏരിയയിലേക്ക് കയറിയപ്പോൾ തന്നെ എനിക്ക് ഓർമ്മ വന്നു. അതെൻ്റെ കൂടെ പറഞ്ഞത്. പിന്നെ ഞാനൊരു 2019 മുതലാണ് ഞാൻ പ്രവാസിയായിരുന്നു. അതിനുശേഷം 2019 മുതലാണ് ഞാൻ യാത്രകൾ ആരംഭിച്ചത്. യാത്രകൾ ആദ്യം എങ്ങോട്ട് പോകണം എന്നുള്ള ഒരറിവൊന്നുമില്ല. കാരണം കേരളത്തിൻ്റെ വെളിയിലേക്ക് വളരെ അപൂർവമായിട്ട് മാത്രമേ ഞാൻ പോയിട്ടുള്ളൂ. അന്ന് ഞാൻ ഡൽഹിയിലേക്ക് ട്രെയിൻ കയറി. അല്ലൂക്കാട് മോൻ മുഹമ്മദാണ് എന്നെ ആലുവ റെയിൽവേ സ്റ്റേഷനിലാക്കി തന്നത്. ട്രെയിൻ ടിക്കറ്റ് മാത്രമേ എടുത്തിട്ടുള്ളൂ. എങ്ങോട്ട് ഡൽഹി ചെന്നിട്ട് എങ്ങോട്ട് പോകണം എന്നുള്ള അറിവൊന്നും അന്നുണ്ടായില്ല. ഡൽഹിയിലെത്തി വെറുതെ അവിടെ മെട്രോ, എനിക്ക് പുതിയൊരു നഗരമാണത്, മെട്രോയിൽ പോകുന്നു. ആ സ്ഥലത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി. എവിടെയോ ഇറങ്ങി ഞാൻ. അവിടെ ഇറങ്ങി കുറച്ച് കോളേജ് പിള്ളേർ അവിടെ നിന്ന് ഫുഡ് കഴിക്കണ കണ്ടു. അപ്പോൾ അവരോട് ഈ സ്ഥലത്തിൻ്റെ പേരും ഡീറ്റെയിൽസൊക്കെ ചോദിച്ചു. അവരെന്നോടും ചോദിച്ചു നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്. അപ്പോൾ ഞാൻ അറിയില്ല എങ്ങോട്ട് അടുത്ത് നെക്സ്റ്റ് എങ്ങോട്ട് പോകുന്നു എന്നുള്ളത് എനിക്ക് ഐഡിയ ഇല്ല എന്ന് പറഞ്ഞതനുസരിച്ച് അവർ പറഞ്ഞു നിങ്ങൾക്ക് വേണമെങ്കിൽ കാശ്മീർ പോവാം, അല്ലെങ്കിൽ മണാലി പോവാം, അല്ലെങ്കിൽ ലഡാക്ക് പോകാം, ഹരിയാന, പഞ്ചാബ്, അങ്ങനെ പല സ്ഥലങ്ങളും അവർ വെറുതെ പറഞ്ഞു. ഞാനപ്പോൾ ഗൂഗിളിൽ നോക്കുമ്പോൾ മണാലിക്ക് വിടാം എന്നുള്ളത് തോന്നി. എങ്ങനെ പോകണം എന്നൊന്നും അറിയില്ല. ഗൂഗിളിൽ നോക്കി മണാലിക്ക് നേരെ വിട്ടു. മണാലിയിൽ നിന്ന് അവിടെ ചെന്നപ്പോൾ അപ്പോഴാണ് അറിയണത് ലഡാക്ക്. അങ്ങനെ അവിടെ നിന്ന് ബൈക്ക് റെൻറ്റിനെടുത്ത്
ഒറ്റയ്ക്ക് തന്നെയാണ്. അതിൽ യാത്രകളെല്ലാം ലഡാക്ക് കഴിഞ്ഞു, തിരിച്ചു വന്നു, ഡൽഹിയിൽ വന്നു. അവിടെ നിന്ന് അമൃത്സർ, വാഗാ ബോർഡർ, ഇന്ത്യ പാകിസ്ഥാൻ ബോർഡർ, പിന്നെ ഹരിയാന, പഞ്ചാബ്, ഉത്തർപ്രദേശ്. എൻ്റെ ഓരോ യാത്രയിലും ഞാൻ ഒരുപാട് പാഠങ്ങൾ പഠിച്ചു. ഫോർ എക്സാമ്പിൾ, ഈ യാത്രയിലായിരുന്നു ഞാൻ പഠിച്ച വലിയൊരു പാഠം, പത്രമാധ്യമങ്ങളിൽ വരുന്ന പല വാർത്തകളും തെറ്റാണ് എന്നുള്ള ഒരു സത്യം. അന്ന് പല അനുഭവങ്ങളും, നല്ലതും മോശമായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ ആ യാത്രയിലുണ്ടായിരുന്നു, പിടിച്ചുകൊണ്ടുപോയിരുന്നു. ആ ഗ്രാമപ്രദേശക്കാർ ഇങ്ങനെ ഒരാളെ, വാരാണസിക്ക് കുറച്ച് മുമ്പാണ്, ഇങ്ങനെ ഒരാളെ ഇത്രയും കുറച്ചധികം താടിയൊക്കെ വളർത്തിയാണ് ഞാൻ പോയത്. അവർക്ക് സ്വാഭാവികമായിട്ടും ഒരു ഡൗട്ട്, അവർ പോലീസിനെ വിളിക്കുന്നു, പോലീസ് വരുന്നു, ഞാൻ കാര്യങ്ങൾ പറയുന്നു, നിങ്ങൾ എന്തിനിവിടെ താമസിക്കുന്നു, കാരണം അതൊരു വെറും ഒരു ഗ്രാമപ്രദേശമാണ്, നിങ്ങൾ എന്തിനിവിടെ താമസിക്കുന്നു, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ. ഞാൻ ബൈക്ക് എടുത്തു, ലാസ്റ്റ് ഞാൻ പോവേണ്ടി വന്നു. ചില സ്ഥലങ്ങളിലെത്തുമ്പോൾ ഞാൻ മനസ്സിലാക്കിയത്, ഇന്ത്യയിൽ ഇത്രയും കോടി ജനങ്ങൾ താമസിക്കുന്ന ഇന്ത്യയിൽ അതിൽ ഒരു 50% മനുഷ്യർ പട്ടിണിയിലാണെന്നുള്ളൊരു സത്യം. അത് നമ്മുടെ കേരളത്തിൽ അത് ബാധിക്കുന്നില്ല, അങ്ങ് UP ഭാഗങ്ങളിൽ അത്രയും മോശമായിട്ടുള്ള അവസ്ഥയാണ്. അറിയാണ്ട് തന്നെ നമ്മുടെ കയ്യിലുള്ള പൈസയൊക്കെ കൊടുക്കേണ്ട അവസ്ഥയാണ്. വളരെയധികം വിഷമം തോന്നിയിട്ടുണ്ട്. അവർ എന്നെ തടഞ്ഞു നിർത്തി, മുട്ടമ്പടിയൊക്കെ ആയിട്ട് തടഞ്ഞു നിർത്തി എൻ്റെ നിന്ന് 100 രൂപ വാങ്ങിച്ച ആളുകളാണ്. പക്ഷെ അവർക്ക് ഞാൻ 100 പിന്നീട് കൊടുത്തത്, ഞാൻ അവർക്ക് കുറച്ചധികം കൊടുത്തു. കാരണം അവരുടെ വീടുകളിൽ ഞാൻ പോയി. വീട് അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ കുറവാണ്. അതായത് പ്രോപ്പറായിട്ട് ഒന്നും തന്നെ അവർക്കില്ല. അവർക്ക് നല്ല വസ്ത്രങ്ങളോ നല്ലൊരു വീടെന്ന് പറയാനൊന്നും പറ്റൂല, അതിന് ഒരു കുടിൽ അത്രേ ഉള്ളൂ. അപ്പോൾ പ്രോപ്പറായിട്ട് ഒന്നും തന്നെ. വേദിയിലും സദസ്സിലുമുള്ള ഇസ്രയേൽ ഭാരവാഹികളെ, ക്ഷണിക്കപ്പെട്ട അതിഥികളെ, നമ്മൾ ഇന്നൊരു സന്തോഷകരമായ കാര്യം നിർവഹിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അതിനുശേഷം നേരത്തെ തീരുമാനിക്കപ്പെട്ട ഇസ്രയേൽ ഓഫീസ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു. അതിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇത്രയും സമയം ഈ പരിപാടി വിജയിപ്പിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തി വിജയിപ്പിച്ച എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുകയാണ്. അവസാനിച്ചു.